കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഇടമലക്കുടി സ്വദേശികളായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ആനക്കുളത്തു നിന്നും വീട്ടുസാധനങ്ങൾ വാങ്ങി തിരികെ ഇടമലക്കുടിക്ക് കാനനപാത വഴി നടന്നു പോകുന്നതിനിടയിലായിരുന്നു യുവാക്കളെ കാട്ടുപോത്ത് ആക്രമിച്ചത്. സൊസൈറ്റിക്കുടി സ്വദേശിയായ രാമനാഥൻ, അമ്പലപ്പാറക്കുടി സ്വദേശി പ്രകാശ് എന്നിവർക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആനക്കുളത്ത് നിന്ന് വീട്ടുസാധനങ്ങൾ വാങ്ങി തിരികെ ഇടമലക്കുടിക്ക് കാനനപാത വഴി നടന്നു പോകുമ്പോൾ മാങ്ങാപ്പാറ തോടിന് സമീപം വെച്ച് ഇരുവരെയും കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. ആനക്കുളത്ത് വന്നിട്ട് സാധനം മേടിച്ചിട്ട് തിരികെ വരുന്ന വഴിക്ക് ഒരു കാട്ടുപോത്ത് ആക്രമിച്ച് ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ഒരാൾക്ക് ഭാഗികമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു 2 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഭാഗികമായിട്ട് പരിക്കേറ്റ ആള് റേഞ്ചുള്ള സ്ഥലത്ത് മാറിയെന്ന് കുടിയിലേക്ക് ഫോണിൽ കൂടെ വിളിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു 10-20 പേര് അടങ്ങുന്ന സംഘം കൂടി ഞങ്ങള് അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ അവിടെ നിന്ന് കെട്ടിച്ചുമന്ന് ആനക്കുളത്തേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഫോറസ്റ്റിന്റെ RRT സംഘത്തിനെ വിളിച്ചു വിവരം അറിയിച്ചു. അവരുടെ വണ്ടിക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. പരിക്കേറ്റ യുവാക്കൾ പിന്നീട് മൊബൈൽ ഫോണിൽ വിവരം മറ്റുള്ളവരെ വിളിച്ചറിയിച്ചു. സാരമായി പരിക്കേറ്റ രാമനാഥനെ തുണിമഞ്ചൽ കെട്ടിയാണ് ആനക്കുളത്ത് എത്തിച്ചത്. പിന്നീട് മാങ്കുളം RRT സംഘം ഇരുവരെയും വാഹനത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രാമനാഥന്റെ തോളലിന് പൊട്ടലും മുഖത്ത് മുറിവും സംഭവിച്ചിട്ടുണ്ട്. പ്രകാശിന്റെ കാൽമുട്ടിനാണ് പരിക്കേറ്റത്. മീഡിയ ടുഡേ ന്യൂസ്, അടിമാലി. എല്ലായിടത്തും വൈഫൈ, എല്ലാവർക്കും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.